കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു നഗരത്തിലേക്ക് സ്വാഗതം. ഇവിടെ എവിടെ നോക്കിയാലും കല്ലുകളാൽ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ്. ഇത്ര പുരാതന കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ പോലും വിസ്മയിച്ചു പോയ ചില സൃഷ്ടികളുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഹംപിയെക്കുറിച്ചാണ്. അതെ, കർണാടകയിലെ ഹംപി. ഹായ്, നമസ്കാരം. ആസൂസ് ആണ്. ഞാനിപ്പോൾ ഹംപിയിലേക്കുള്ള യാത്രയിലാണ്. ആനന്ദം എന്ന ഫിലിം കണ്ടവർക്കറിയാം ആ ഒരു പട്ടണത്തിൻ്റെ ഭംഗി അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ്. പക്ഷേ അതിനിപ്പോൾ കാരണക്കാരായത് ടീം സഫാരിയാണ്. അപ്പോൾ ഇത് ഹംപി യാത്രയുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതുപോലത്തെ 2 വീഡിയോയും കൂടി പിറകെ വരാനുണ്ട്. അങ്ങനെ എങ്ങനെ ഹംപിയിലേക്ക് എത്താം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം തന്നെ നൽകട്ടെ. മൈസൂരിൽ നിന്ന് നമുക്ക് ഹുംപല്ലി എക്സ്പ്രസ് ഉണ്ട്. അതായത് വണ്ടി നമ്പർ ശ്രദ്ധിക്കുക, 16592 അല്ലെങ്കിൽ 91. ഇതാണ് മൈസൂരിൽ നിന്ന് പോകുന്ന ട്രെയിന്. ഈ ട്രെയിനിൽ പോയിട്ട് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാണ് ഹോസ്പേട്ട് ജംഗ്ഷൻ. അങ്ങനെ ഞങ്ങളുടെ സഫാരി ടീം ഇതൊരു യാത്രാ ടീമാണ്. അതായത് ഏറ്റവും കുറഞ്ഞ്, അതായത് ചിലവ് മാത്രം എടുത്തുകൊണ്ട് ഒരു ലാഭവുമില്ലാതെ യാത്ര ചെയ്യുന്ന ടീം. ഈ ടീമിൽ ഓരോ യാത്രയിലും ഇവർ കുറച്ച് പേരെ കൂടെ കൂട്ടാറുണ്ട്. അതായത് ഇതൊന്നും കാണാൻ പറ്റാതെ ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ട കുറച്ച് പേരെ ഗസ്റ്റായിട്ട് അവർ കൂടെ കൂട്ടും. അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു ടീം. ഇവരുടെ കൂടെ ഒരുപാട് യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും ദീർഘമായ ഒരു യാത്ര ആദ്യമായിട്ടാണ്. രാവിലെ പല്ല് തേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കയറിയ ട്രെയിന് രാവിലെ 7:30 മണിക്ക് ഹോസ്പേട്ട് ജംഗ്ഷനിലെത്തി. മൈസൂരിൽ നിന്ന് 6:50 വൈകുന്നേരം 6:50 ഈ ട്രെയിൻ എടുക്കുന്നത്. രാവിലെ ഇവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ പലരും ഇപ്പോഴാണ് കാണുന്നത്. ട്രെയിനിന് പരസ്പരം സംസാരിച്ചിരുന്നു. കോമൺ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ഒരു ഫുൾ ബ്ലോഗിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറച്ചിലും കഥകൾ പറച്ചിലും ഒക്കെ ഇവിടെ മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതെ, ഇതാണ് ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ റെയിൽവേ സ്റ്റേഷനുകളിലൊന്ന്. ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ വരെ കല്ലുകൾ കൊണ്ടാണ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അങ്ങനെയുള്ള ഭംഗികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബേബിച്ചൻ്റെയും എൻ്റെയും പണികളൊക്കെ ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. തള്ളി വെട്ടില്ലെങ്കിൽ ട്രെയിൻ പോവില്ലത്ര എന്നാണ് അവൻ്റെ കൺസെപ്റ്റ്. ഇവിടെ ഞാൻ കണ്ടു, ഇതാ ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ്. അങ്ങനെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് 3 വണ്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1, 2, 3 എന്ന നമ്പറിൽ, ക്രമ ഞങ്ങൾ വണ്ടികൾ അറേഞ്ച് ചെയ്ത് അതിൽ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രഷപ്പിനാട്ടോ പോകുന്നത്. രാവിലെ ഇറങ്ങിയതല്ലേ, ഒന്ന് റീഫ്രഷായി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ. ഈ വന്ന ദിവസം തന്നെ ഞങ്ങൾ യാത്രകൾ ആരംഭിക്കുന്നുണ്ട്. കാരണം അവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ടൈം ടു ടൈം കാര്യങ്ങൾ തീർക്കാൻ പറ്റുള്ളൂ, മാക്സിമം കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. വിജയനഗര സാമ്രാജ്യത്തെ മുച്ചൂട മുടിച്ച് ചുട്ടരിച്ച കഥ പറയുന്ന ഹംപി. അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ എനിക്ക് ഹംപിയെക്കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട്. ഈ ഹംപി എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ കണ്ട് അത്ഭുതപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ വരെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ഇവിടുത്തെ നമ്മുടെ സാധാ അപ്പം, ചെറിയ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചുട്ടെടുത്ത സാധനമാണ് തോന്നുന്നു. ഇത് ദോശ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ ബാജി, അച്ചാറൊക്കെ കഴിക്കാൻ. വീട്ടിലെപ്പോഴും ഇവനൊക്കെയാണ് ഇവരുടെ വീട്ടിലൊക്കെ ഗസ്റ്റായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഹംപി കാണാൻ പോവുകയാണ്. ഈ ഹംപിയിലെ ഓരോ തെരുവുകളും നമ്മൾ കാണുമ്പോൾ അതിശയപ്പെട്ടു പോകും. കാരണം കല്ലുകളാൽ ചുറ്റപ്പെട്ടതാണ്. പാറക്കെട്ടുകളാണ് എവിടെ നോക്കിയാലും കാണപ്പെടുന്നത്. ഈ പാറക്കെട്ട് എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യമാണ് നമുക്ക് ഓരോന്നും ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹംപിയെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇത് ഏകദേശം 15ഓളം സൈറ്റുകൾ നമുക്ക് കാണാനുണ്ട്. അത് നമുക്ക് നമ്മുടെ കെയർടേക്കർ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന ആൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ടീം സഫാരിയിലെ അംഗങ്ങൾ അവരുടെ യൂണിഫോമുള്ളവർ യൂണിഫോമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ആദ്യം കാണാൻ പോകുന്നത് വിരുപക്ഷ ടെമ്പിളാണ്. ഈ ഹൈന്ദവ ക്ഷേത്രം വിരുപക്ഷ ക്ഷേത്രം അഥവാ പമ്പാപതി ക്ഷേത്രം തുംഗഭദ്ര നദിയുടെ തെക്കൻ തീരത്തും ഹേമകൂടഗിരിയുടെ തൊട്ടു വടക്കുമായാണ് സ്ഥിതി ചെയ്യുന്നത്. 2 വലിയ വിഭാഗങ്ങളായി തിരിക്കപ്പെട്ട ദീർഘചതുരാകൃതിയിലുള്ള ക്ഷേത്ര സമുച്ചയമാണ്. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ പോയിൻ്റ്.
അതായത് ഇന്നും അത്രയും പഴക്കമുള്ള ആ ക്ഷേത്രത്തെ അവർ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഹംപിയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളൊന്ന് ഈ വിരൂപാക്ഷ ക്ഷേത്രം തന്നെയാണ്. ഈ കടക്കുമ്പോൾ കാണുന്ന 52 അടി ഉയരമുള്ള ഗോപുരം കൃഷ്ണദേവരായരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. 1510 ഇത് അറ്റകുറ്റകൾ പടുത്തിയെന്ന് കാണുന്നുണ്ട്. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ആനന്ദം എന്ന സിനിമയിൽ നമ്മളെല്ലാവരും ഫസ്റ്റ് ഒരു സീനുണ്ട് ഇങ്ങനെ ഡോളൊക്കെ വായിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവിടെ ഒരു ബാനർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഭാഷയിൽ കന്നഡ ഭാഷയിലാണ് എഴുതിയത്. ആരോടും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട്, കാരണം ഇത് വിശ്വാസമാണ്. ഇവിടെ കയറി ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, എല്ലാം പറ്റുമെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഇന്നും അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് വിശ്വാസത്തിനും കൂടി മാത്രമാണ്. ടൂറിസ്റ്റുകൾ ഒരു ഭാഗത്തിലൂടെ വരുമ്പോൾ വിശ്വാസം അതൊരു ഭാഗത്തൂടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും ഹമ്പിളായ കാര്യം അത് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയും ഒരുപാട് സാധനങ്ങൾ അവിടെ അടിപുഴകി പോയിട്ടുണ്ട് ഈ ഹംപിയിൽ. നിങ്ങൾക്ക് അവിടെ ചെന്ന് കണ്ടാൽ മനസ്സിലാവും. പക്ഷേങ്കിൽ ഈ ക്ഷേത്രത്തെ അവരിപ്പോഴും നല്ല രീതിയിൽ സംരക്ഷിച്ച് പോരുന്നുണ്ട്. ഇതവിടുത്തെ വലിയൊരു കുളമാട്ടോ. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ നോക്കി എവിടെ നോക്കിയാലും കല്ലുകളാണ്. അതുതന്നെയാണ് ഞാൻ ആ ഫസ്റ്റ് കോട്ട് പറഞ്ഞത്. കല്ലുകൾ കൊണ്ട് മായാജാലം തീർത്ത ഒരു നഗരം. ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു കാലത്ത് 2ാം സ്ഥാനം പിടിച്ചിരുന്ന ഒരു നഗരമായിരുന്നു ഈ ഹംപി എന്നുള്ളത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വാർഷിക രഥോത്സവം ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേര് ചിത്രങ്ങൾ വരയ്ക്കാനൊക്കെ വരുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അങ്ങനെ വിരൂപാക്ഷ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങി തൊട്ടപ്പുറത്തുള്ള ഗണേശ ടെമ്പിളിലേക്ക് വന്നു. ഇതിനൊരു പേരുണ്ട്. ആ പേരെനിക്ക് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഗണേശ ടെമ്പിൾ എന്ന് പറഞ്ഞ് നിർത്തിയത്. ഇവിടെ 4.6 മീറ്റർ, അതായത് 15 ഫീറ്റുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ഗണേശ വിഗ്രഹമുണ്ട്. സൂപ്പറാണ്. അവിടെ വന്ന് തന്നെ അത് കാണണം. ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് ഹംപി നമുക്ക് സമ്മാനിക്കുന്നത്. ഞങ്ങളുടെ മൂവർ സംഘത്തെ ഞങ്ങളിങ്ങനെ പിടിച്ച് നിർത്തിയതാട്ടോ. ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ യാത്രകളൊക്കെ. ഈ ഹംപി ഞങ്ങൾക്ക് സമ്മാനിച്ചതും ഇത് തന്നെയാണ്. AD 1500 കാലഘട്ടം വിജയനഗര രാജവംശത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഇന്നത്തെ ഉത്തര കർണാടകയിലെ ഹംപി എന്ന സ്ഥലത്ത് അവർ അവരുടെ രാജ്യ തലസ്ഥാനമായിട്ടായിരുന്നു പ്രഖ്യാപിച്ചത്. വിജയനഗര എന്നായിരുന്നു പേര് നൽകിയത്. ഇവരുടെ സമ്പദ് സമൃദ്ധി ലോകമെമ്പാടും അറിയപ്പെട്ടു. ലോകത്തെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ നഗരമായി വിജയനഗരം മാറി. പിന്നീട് അതെങ്ങനെ തകർച്ചയിലേക്ക് പോയി, അവിടെ എന്തൊക്കെ തകർന്നു, എന്തൊക്കെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും, ഇതൊക്കെ അടുത്ത 2 എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഹംപി അതൊരു പ്രത്യേക ഫീലാണ് മക്കളെ. ജീവിതത്തിൽ ഒരു തവണ പോവേണ്ട സ്ഥലം. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കുക. അതുവരേക്കും ബൈ ബൈ.